2025 ബ്രസീൽ വേഴ്സസ് ജപ്പാൻ മത്സരം 14 തവണ ജപ്പാൻ ബ്രസീലിനായിട്ട് കൂട്ടിമുട്ടിയപ്പോൾ 14 തവണയും ജപ്പാൻ തോറ്റു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ 2-0 ജയിച്ച് നിൽക്കുകയാണ് ബ്രസീൽ. അവസാന 20 മിനിറ്റോട് കൂടിയിട്ട് അൺആൻസേർഡ് ആയിട്ടുള്ള 3 ഗോളുകൾ ജപ്പാൻ തിരിച്ചടിച്ചുകൊണ്ട് ബ്രസീലിനെ, ദ ട്രഡീഷണൽ പവർ ഹൗസ് ബ്രസീലിനെ തകർത്തെറിഞ്ഞു എന്ന് വേണം പറയാൻ. യെസ്, അന്ന് ഞെട്ടിച്ചതിന് മുന്നേയും അതിനു മുന്നേ നമ്മളെ ജപ്പാൻ ഞെട്ടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാലോ. ഇപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ജപ്പാൻ്റെ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫുട്ബോൾ ന്യൂസും വീഡിയോസും റീൽസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഫോളോ ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് വരുന്നുണ്ട്. ജപ്പാൻ്റെ ഫുട്ബോൾ പാരമ്പര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അതെ, ബേസ്ബോളും സുമോ ഗുസ്തിയും മാത്രം ദ മോസ്റ്റ് ഫേവറേറ്റ് സ്പോർട്സ് ആയിരുന്ന ജപ്പാൻ എന്ന രാജ്യം 1990-ൻ്റെ തുടക്കത്തിൽ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 1993-ലാണ് ജെ ലീഗ് ജപ്പാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഫുട്ബോൾ വളർത്താൻ വേണ്ടിയിട്ട് ജപ്പാൻ തുടങ്ങിയിട്ട അല്ലെങ്കിൽ ഗേറ്റ് തുറന്ന ഒരു ഫുട്ബോളിന് വേണ്ടി ഗേറ്റ് തുറന്ന പദ്ധതിയായിരുന്നു ഈ ജെ ലീഗ്. 5 വർഷങ്ങൾക്കപ്പുറം 1998 അവർ ആദ്യമായിട്ട് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ആയി. ഒരു കാര്യം നിങ്ങൾക്കറിയോ, അതിനുശേഷം ഇന്നേ വരെ ജപ്പാൻ ഇല്ലാതെ നമ്മളൊരു വേൾഡ് കപ്പ് കളിച്ചിട്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു ഫസ്റ്റത്തെ വേൾഡ് കപ്പിന് ശേഷം തൊട്ടടുത്ത വർഷം 2002 സൗത്ത് കൊറിയനായിട്ട് ജപ്പാൻ ഹോസ്റ്റ് നേഷൻ എന്നുള്ള സ്വപ്നം അവർ ഷെയർ ചെയ്തു. അതിൽ റൗണ്ട് ഓഫ് 16 വരെ പറന്ന് കളിച്ച ജപ്പാൻ ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു അന്ന് തന്നെ നമുക്ക് കാഴ്ചവെച്ചത്. ആൻഡ് ഇറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ആൻ ഡാർക്ക് ഹോഴ്സ് എറ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം 2010 വേൾഡ് കപ്പ് വന്നു, 2018 വേൾഡ് കപ്പ് വന്നു, 2022 വേൾഡ് കപ്പ് വന്നു. അൺബീറ്റബിൾ അല്ലെങ്കിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ജപ്പാൻ ടീമിനെയാണ് മൊറിയാസു ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ച് നിർത്തിയേക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. തൊട്ട് മുന്നത്തെ വേൾഡ് കപ്പിലേക്ക് ഒന്ന് പോയി നോക്കി നോക്കാം. കാരണം ജർമ്മനിയും അതേപോലെ സ്പെയിനും ഉള്ള ഒരു ഗ്രൂപ്പാണ് ജപ്പാൻ ഓൾറെഡി വന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഈ ഗ്രൂപ്പിൽ നിന്ന് ജർമ്മനി സ്പെയിൻ ആയിരിക്കും പോവുക, ജപ്പാൻ ഒരിക്കലും കയറാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ജപ്പാൻ 2 പേരെയും തോൽപ്പിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്നത്. അതെ, ആദ്യത്തെ മത്സരത്തിൽ 1 ഗോളിന് തോറ്റു നിൽക്കുമ്പോൾ സബ്ബിൽ നിന്ന് ഇറങ്ങി വന്ന ഡൊവാൻ എന്ന ജാപ്പനീസ് പ്ലെയർ അവരെ സമനിലയ്ക്ക് പിടിക്കുകയും അത് കഴിഞ്ഞ് തിരിച്ചൊരു ഗോളും കൂടി അടിച്ച് ജപ്പാനെ 4 തവണ ലോക ചാമ്പ്യന്മാരായ, നിങ്ങൾ ആലോചിക്കണം, 4 തവണ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ തോൽപ്പിക്കുന്നു. അത് അവർക്കൊരു എന്താ പറയുക, ഒരു എണ്ണ തീരാൻ പോകുന്ന ഒരു വണ്ടിയിൽ നമ്മൾ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ച് എങ്ങനെ ഉണ്ടായിരിക്കും, അതേ ഒരു ഫീലായിരിക്കും. കാരണം 4 മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ 4 ദിവസങ്ങൾക്ക് ശേഷം സ്പെയിനായിട്ട് വീണ്ടും മത്സരിക്കാൻ വരികയാണ്. വേൾഡ് കപ്പ് എടുത്ത് ചൂട് മാറാത്ത സ്പെയിനെ വീണ്ടും അവർ തോൽപ്പിക്കുന്നു. വീണ്ടും ഒരു ലോക ചാമ്പ്യന്മാരെ തോൽപ്പിച്ചുകൊണ്ട് ജപ്പാൻ അവർ വെറും കുതിരകളല്ല അല്ലെങ്കിൽ ഡാർക്ക് ഹോഴ്സസ് അല്ല എന്ന് വീണ്ടും ഒരിക്കൽ കൂടെ തെളിയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം ക്രൊയേഷ്യനോടുള്ള ഒരു പെനാൽറ്റിയിൽ അവർ തോറ്റ് പുറത്തായെങ്കിലും ഇനി ഒരിക്കലും ജപ്പാൻ കളിക്കാൻ വരുന്നത് വെറും ഭാഗ്യം കൊണ്ട് ജയിക്കുന്ന ഒരു ടീമായിട്ടാണ് ഇനി ഒരിക്കലും പറയില്ല. കാരണം ആ വേൾഡ് കപ്പിന് ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം വീനോ ജപ്പാൻ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ഡെലിവർ ചെയ്യുന്ന ടീമാണെന്ന്. അപ്പോൾ അത് കഴിഞ്ഞത് ഇപ്പോഴത്തെ വേൾഡ് കപ്പിന് വരുമ്പോഴും നെതർലാൻഡ്സിൻ്റെ ഗ്രൂപ്പിലാണ് വരുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ടേബിളിൻ്റെ ഒപ്പം നെതർലാൻഡ്സിൻ്റെ ഒപ്പം സമനില പിടിച്ചിട്ടും അവസാന കളി ജയിച്ചിട്ടും 2 പോയിൻ്റ് അല്ലെങ്കിൽ 4 പോയിൻ്റോടെ 2ാം സ്ഥാനത്താണ് ജപ്പാൻ നിൽക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇവരുടെ യാത്ര എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് ഈ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്ത യാത്ര 2025 മാർച്ചിൽ ബഹ്റൈനെ തോൽപ്പിച്ചുകൊണ്ടാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഹോസ്റ്റ് കൺട്രി അല്ലാത്തൊരു ടീം വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യുന്നത്. അത് ജപ്പാനാണ്. അതായത് USA-യും മെക്സിക്കോവും കാനഡയ്ക്കും ശേഷം ലോകത്തിൽ തന്നെ ഇത്രയും 48 ടീമുകൾ പങ്കെടുക്കുമ്പോൾ വേറൊരു രാജ്യം, ഹോസ്റ്റ് അല്ലാത്തൊരു രാജ്യം ആദ്യമായി വേൾഡ് കപ്പിൽ കയറുന്നത് അത് ജപ്പാനാണ്. സോ നൗ യു അണ്ടർസ്റ്റാൻഡ് നമ്മൾ എന്താണ്, ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിലായി തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്വാളിഫയറിന് ശേഷം അവർ ഒരു ഫ്രണ്ട്ലിക്ക് വേണ്ടിയിട്ട് വീണ്ടും ജർമ്മനിക്ക് യാത്ര ചെയ്യുന്നു. ജർമ്മനിയിലെ വൂൾസ്ബർഗിലിട്ട് ജർമ്മനീനെ അടിക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ജപ്പാനിൽ വന്ന് വീണ്ടും വെംബ്ലിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഇത് ഈ വേൾഡ് കപ്പിന് തൊട്ട് മുന്നുള്ള ഉണ്ടാവും. വെംബ്ലിക്ക് ട്രാവൽ ചെയ്ത് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തുന്നു. യൂറോപ്യൻ ടീമിനായിട്ടൊന്നും അടുത്ത് തോറ്റിട്ടില്ല ജപ്പാൻ എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അവർക്ക് ഈ ഒരു വേൾഡ് കപ്പിന് വരുമ്പോൾ അവർക്കൊരു തിരിച്ചടി പറ്റി.
മിറ്റോമ എന്ന് പറയുന്ന ബ്രൈറ്റൻ്റെ ഒരു പവർഫുൾ വിങ്ങറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പവർഫുൾ ജാപ്പനീസ് പ്ലെയർ ആയിട്ടുള്ള ആൾ ഇഞ്ചുറി കാരണം വേൾഡ് കപ്പിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. ഫൈനൽ തേർഡിൽ അമാനുഷികമായിട്ട് സ്പീഡിൽ പന്ത് തള്ളിക്കൊടുക്കുന്ന ജാപ്പനീസ് ഫുട്ബോൾ സിസ്റ്റത്തിന് അല്ലെങ്കിൽ മൊറിയാസുവിന് ഇത് ശരിക്കും ഒരു ടഫ് സിറ്റുവേഷൻ തന്നെയായിരുന്നു. ഇതിന് പകരം വെക്കാൻ വേണ്ടിയിട്ട് മൊറിയാസുവിന് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ടീമിനെ ഒരു ബേസിക് ടീമാക്കി ഇറക്കി വേൾഡ് കപ്പ് പങ്കെടുത്തിട്ട് പോവുക, അല്ലെങ്കിൽ ഉള്ള ടീമിനെ ഡെപ്ത് കൂട്ടിയിട്ട് ഒന്നും കൂടി പവറാക്കി കൊടുത്ത് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക. കാരണം മൊറിയാസു ഫുട്ബോൾ കച്ചേരി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. ജാപ്പനീസ് യൂത്ത് ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ട് മൊറിയാസു ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടും ആ ടീമിലുള്ള പ്ലേയേഴ്സ് തന്നെയാണ്, ഒരു ഭൂരിഭാഗം പ്ലേയേഴ്സ് തന്നെയാണ് ഇന്ന് ഈ ജാപ്പനീസ് ഫുട്ബോൾ ന്യൂ ജനറേഷൻ്റെ പടയാളികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ മൊറിയാസ് വിശ്വസിച്ചത് എന്താണെന്ന് വെച്ചാൽ ആളുടെ പ്ലേയേഴ്സിൽ ഉള്ള സ്വാധീനം കൊടുത്തിട്ട് അല്ലെങ്കിൽ ആളുടെ സ്വാധീനം ഉപയോഗിച്ച് ഉള്ള പ്ലേയേഴ്സിന് കൂടുതൽ ഡെപ്തും കൂടുതൽ ഇൻഡിവിജ്വാലിറ്റിയും കൂടുതൽ ഇൻഡിപെൻഡൻസും കൊടുത്തിട്ട് ജപ്പാനെ വിശ്വസിച്ച് അവരുടെ കാലുകളെ വിശ്വസിച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു പ്രകടനത്തിൽ ഇതുവരെയുള്ള വേൾഡ് കപ്പ് ക്യാമ്പയിനിൽ മൊറിയാസു വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. സോ ഇനി മുതൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന വേൾഡ് കപ്പിൽ അല്ലെങ്കിൽ ഈ വേൾഡ് കപ്പ് തൊട്ടിട്ട് നമ്മൾ ജപ്പാനെ കുറിച്ച് ചോദിക്കുന്നത് അവരാരൊക്കെ തോൽപ്പിക്കും, അവർ ആരൊക്കെ വഴിമുടക്കും, അല്ലെങ്കിൽ ആരൊക്കെ സങ്കടകരമായ വഴികളിൽ അവരത് കാണേണ്ടി വരുമെന്നല്ല. പക്ഷേ ഇന്നത്തെ വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഈ വർഷത്തെ വേൾഡ് കപ്പ് തൊട്ടിട്ട് ഇനിയുള്ള വേൾഡ് കപ്പിലെല്ലാം നമ്മൾ ജപ്പാനോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ജപ്പാൻ ഏതുവരെ എത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോയ്ക്ക് ഇഷ്ടമുള്ളവർ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പാക്കലാം.